ഹലോ മൈ ഗൈസ്, വൈറ്റ് കാർഡ് ക്യാമ്പ് പാർട്ട് 3. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് വന്ന കാര്യത്തിൽ ഓഡിറ്റോറിയത്തിൽ കണ്ടെത്തി. അപ്പൊ ഗൈസ്, ഇനി വരാൻ പോണ ഒവ്വൊരു പാർട്ടുകൾ കാണേണ്ട പാർട്ടുകളാണ്, മറക്കാതെ കാണും. എന്തും കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മറക്കാതെ കാണണം എന്ന് ഞാൻ പറയുന്നത്? ചൂരൽമലയിൽ നടന്ന സംഭവം എല്ലാവർക്കും അറിയണതാണ് ഗൈസ്. അപ്പൊ അവിടെ മാത്രമല്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുക, ഇവിടെയും നടക്കണ തന്നെ. എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ടേക്കാരെ എല്ലാം നടക്കണത്. അപ്പൊ നമുക്ക് ആ സമയത്ത് എന്താ കാട്ടേണ്ടെന്ന് അറിയണമെങ്കിൽ ഇങ്ങനത്തെ 4 ടിപ്സുകൾ നോക്കി വെച്ചാൽ അത് ഉപകാരത്തിലാവും. അപ്പൊ എപ്പോഴാ എങ്ങനെ എന്താന്നൊന്നും ഇവിടെ നമുക്കും അറിയില്ല. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യാറില്ല, എടുത്ത് കൊണ്ടുപോകുമ്പോ നമുക്ക് അറിയാത്തതൊന്നുമല്ല. പക്ഷെ എന്താണ് ഇതിലെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗിക്ക് യാതൊരു വിധ രീതിയിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ എടുത്തിട്ട് വേണം പോവാൻ. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ടിപ്സുകളുണ്ട് ഗൈസ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കിടക്കുന്ന ആൾക്ക് ചിലപ്പോൾ നടുവൈക്കാരം പൊട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കാല്, ചിലപ്പോൾ ഇടുപ്പ്, അങ്ങനെ ഓരോരോ സംഭവങ്ങളേക്കാരും പൊട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വരുന്ന വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പോവാണ്. അപ്പൊ എല്ലാവരും ഷെയർ ആക്കി സപ്പോർട്ടൊക്കെ ബാക്കി നാളെ.